മൂന്ന് വ്യത്യസ്തങ്ങളായിട്ടുള്ള റോളക്സ് വാച്ചുകളാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരിട്ട് അതിലേക്ക് കടക്കാം. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ടെക്ലൂട്ടാപ്പിയുടെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ആഡംബരത്തിന്റെയും ആഢ്യത്തിന്റെയും പ്രതീകമാണ് റോളക്സ്. ആ ഒരു റോളക്സിന്റെ ചരിത്രത്തിൽ തന്നെ അപൂർവമായി നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഒരു വാച്ചാണ് നമ്മളിന്ന് കാണുന്നത്. ഇതൊരു ക്വാർട്സ് വാച്ചാണ്. വളരെ അപൂർവമായിട്ട് റോളക്സ് ക്വാർട്സ് വാച്ചുകൾ നിർമ്മിച്ചിട്ടുള്ളൂ. ലോകത്തിലാകെ 25,000 റോളക്സ് ക്വാർട്സ് വാച്ചുകൾ ഉള്ളതാണ് എന്റെ അറിവ്. അതിലൊന്നാണ് ഇത്. റഫറൻസ് നമ്പർ 17013. 1977 മുതൽ 2001 വരെയാണ് ഈ വാച്ച് നിർമ്മിച്ചുകൊണ്ടിരുന്നത്. ഏകദേശം 50 വർഷം പഴക്കമുള്ള ഒരു വാച്ചാണിത്. വളരെ യൂണീക്ക് ആയിട്ടുള്ള ഒരു മെക്കാനിസമാണ് ഈ വാച്ചിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു ഇലക്ട്രോ മെക്കാനിക്കൽ അഥവാ ഹൈബ്രിഡ് മൂവ്മെന്റ് ആണ്. ഈ വാച്ച് ടിക്ക് ചെയ്യുന്നത് സ്റ്റെപ്പർ മോട്ടോർ ഉപയോഗിച്ചിട്ടല്ല, പകരം ക്വാർട്സ് മോട്ടോറിൽ പ്രവർത്തിക്കുന്ന ഒരു വൺ ഹെഡ്സ് മെക്കാനിക്കൽ മൂവ്മെന്റ് ആണ്. എന്തുകൊണ്ടാണ് ഇത് നിർത്തലാക്കിയെന്നുള്ളത് ഇന്നും ഉത്തരം കിട്ടാത്തൊരു ചോദ്യമാണ്. ഇതൊരു ഡേറ്റ് ജസ്റ്റ് വാച്ചാണ്. ഡേറ്റ് തനിയെ മാറുന്ന രീതി വാച്ചുകളിൽ അവതരിപ്പിച്ചതും റോളക്സ് ആണ്. ഡേറ്റിനെ കുറിച്ച് പറയുമ്പോൾ റോളക്സിന്റെ മറ്റൊരു യുണീക് ഫീച്ചർ ആയിട്ടുള്ള ഈ സൈക്ലോപ്സ് ലെൻസിനെ കുറിച്ചും പറയണം. റോളക്സിന്റെ സ്ഥാപകരിലുള്ള ഒരാളായിട്ടുള്ള ഹാൻസ് വിൽഡോർഫിന്റെ ഭാര്യയ്ക്ക് ഡേറ്റ് ജസ്റ്റ് വാച്ചുകളിലെ ഡേറ്റ് കാണാൻ പ്രയാസമായിരുന്നു എന്നും അതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ മാഗ്നിഫൈയിങ് ലെൻസ് അവതരിപ്പിച്ചതെന്നും പറയപ്പെടുന്നു. 1953 സൈക്ലോപ്സ് ലെൻസ് റോളക്സ് അവതരിപ്പിക്കുന്നത്. ഇതൊരു ചെറിയ കോൺവെക്സ് ലെൻസ് ആണ്. ഡിസൈനിലും വളരെയധികം പ്രത്യേകതയുള്ള ഒരു വാച്ചാണിത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു വാച്ചാണിത്. 36 മില്ലിമീറ്റർ ആണ്. സ്റ്റെയിൻലെസ് സ്റ്റീലും ഗോൾഡും കൊണ്ടാണ് ഈ വാച്ച് നിർമ്മിച്ചിരിക്കുന്നത്. ഗോൾഡ് ഫ്ലൂട്ടഡ് ബെസലാണ്. സഫയർ ക്രിസ്റ്റൽ ഗ്ലാസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. 100 മീറ്റർ ആണ് ഈ വാച്ചിന്റെ വാട്ടർ റെസിസ്റ്റൻസ്. 2025 ലോഞ്ച് ചെയ്ത റോളക്സിന്റെ ലാൻഡ് ഡ്വെല്ലർ വാച്ചുകൾ ഉപയോഗിക്കുന്ന ഫ്ലാറ്റ് ജൂബിലി ബ്രേസ്ലെറ്റിന്റെ ഒരു പഴയ രൂപം എന്ന് പറയുന്ന പ്രത്യേകതരം ഒരു ബ്രേസ്ലെറ്റ് ആണ് ഈ വാച്ചിൽ ഉപയോഗിച്ചിരിക്കുന്നത്. മൊത്തത്തിൽ ഈ വാച്ചിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് വർഷങ്ങൾക്ക് ശേഷം റോളക്സ് തങ്ങളുടെ ഏറ്റവും പുതിയ ലാൻഡ് ഡ്വെല്ലർ വാച്ചുകൾ നിർമ്മിച്ചിരിക്കുന്നതെന്നും വേണേൽ പറയാം. ഇതുകൂടാതെ ഓയിസ്റ്റർ ബ്രേസ്ലെറ്റ്, ജൂബിലി ബ്രേസ്ലെറ്റ്, പ്രസിഡന്റ് ബ്രേസ്ലെറ്റ് എന്നിവയാണ് സാധാരണയായിട്ട് റോളക്സ് ഉപയോഗിക്കുന്നത്. ട്രിപ്പിൾ ഫോൾഡ് ക്ലാസ്പ് ആണ്. അവിടെയും റോളക്സിന്റെ ബ്രാൻഡിംഗ് കാണാം. വാച്ച് കളക്ടേഴ്സിന്റെ ഇടയിൽ വലിയ ഡിമാൻഡ് ഉള്ള ഒരു വാച്ചാണത്. അതുകൊണ്ട് തന്നെ വില പറയുന്നതിൽ വലിയ അർത്ഥമൊന്നും തോന്നുന്നില്ല. അടുത്ത വാച്ച് ഒരു ഓയിസ്റ്റർ പെർപെച്വൽ ഡേറ്റ് വാച്ചാണ്. ഇത് വളരെ അപൂർവമായിട്ടുള്ള ഒരു വാച്ചൊന്നല്ല, പക്ഷെ സാധാരണ കണ്ടുവരുന്ന റോളക്സിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡിസൈനും പാറ്റേണും ഉള്ളതുകൊണ്ടാണ് ഈ വാച്ച് പരിചയപ്പെടുന്നത്. റഫറൻസ് നമ്പർ 15010. ഇതൊരു ഒഫീഷ്യലി സർട്ടിഫൈഡ് സൂപ്പർലേറ്റീവ് ക്രോണോമീറ്റർ ആണ്. COSC സർട്ടിഫിക്കേഷനും റോളക്സിന്റെ സ്വന്തം വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഇൻഹൗസ് ടെസ്റ്റിംഗും പാസ്സായ വാച്ചുകളാണ് സൂപ്പർലേറ്റീവ് ക്രോണോമീറ്റർ എന്നറിയപ്പെടുന്നത്. അത്തരത്തിലുള്ള ഒരു വാച്ചാണത്. ഇതൊരു 34 മില്ലിമീറ്റർ സ്റ്റെയിൻലെസ് സ്റ്റീൽ വാച്ചാണ്. സാധാരണ റോളക്സിന്റെ ഡേറ്റ് ജസ്റ്റ് വാച്ചുകൾ 36 മില്ലിമീറ്റർ, 41 മില്ലിമീറ്റർ സൈസുകളിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ 34 മില്ലിമീറ്റർ സൈസിലുള്ള ഒരു വാച്ച് ഒരു പ്രത്യേകതയാണ്. പൊതുവിൽ കാണാറുള്ള റോളക്സിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ബെസലാണ് ഇതിലുള്ളത്. എഞ്ചിൻ ടേൺഡ് ബെസൽ എന്നാണ് ഈ ഒരു ഡിസൈനുള്ള ബെസലുകൾ അറിയപ്പെടുന്നത്. ഹാൻഡ് ഓപ്പറേറ്റഡ് മെഷീനുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരം പാറ്റേണുകൾ സൃഷ്ടിക്കുന്നത്. ഫ്ലൂട്ടഡ് ബെസൽ, മെഷീൻ ടേൺ ബെസൽ, ഡൗൺ ബെസൽ എന്നിങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ബെസലുകൾ റോളക്സ് ഉപയോഗിക്കുന്നുണ്ട്. അതിൽ വിന്റേജ് വാച്ചുകളാണ് കൂടുതലും മെഷീൻ ടേൺ ബെസൽ കണ്ടുവരുന്നത്. ഡയലിൽ റോമൻ ന്യൂമറൽസ് ആണ്. വളരെ മനോഹരമായിട്ടുള്ള ഒരു വൈറ്റ് ഡയലാണ്. അതിന് മുകളിലായിട്ട് സഫയർ ക്രിസ്റ്റൽ ഗ്ലാസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ റോളക്സിന്റെ മാത്രം പ്രത്യേകതയായിട്ടുള്ള സൈക്ലോപ്സ് ലെൻസും ഉണ്ട്. തീർച്ചയായിട്ടും ഇതൊരു ഓട്ടോമാറ്റിക് വാച്ച് തന്നെയാണ്. 48 മണിക്കൂറാണ് പവർ റിസർവ്. മനോഹരമായിട്ടുള്ള ഒരു സോളിഡ് ഓയിസ്റ്റർ സ്റ്റീൽ ബ്രേസ്ലെറ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. 3 ഫോൾഡ് ക്ലാസ്പ് ആണ്. റോളക്സ് ബ്രാൻഡിംഗും അവിടെയുണ്ട്. സ്ക്രൂ ഡൗൺ ക്രൗണും ബാക്ക് പ്ലേറ്റും തന്നെയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. 100 മീറ്റേഴ്സ് ആണ് വാട്ടർ റെസിസ്റ്റൻസ്. ഈ വാച്ചിന് ഏകദേശം 30 വർഷത്തെ പഴക്കമുണ്ട്. സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന വാച്ചായിട്ട് കൂടി വളരെ നല്ല കണ്ടീഷനിലാണ് ഇപ്പോഴുള്ളത്. റോളക്സ് എന്ന കമ്പനിയുടെ നിർമ്മാണ നിലവാരം ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഈ ഒരു വാച്ചും ഇപ്പോൾ ലഭ്യമല്ലാത്തൊരു വാച്ചാണ്. അതുകൊണ്ട് തന്നെ വിലയും അപ്രസക്തമാണ്. ഒരു റോളക്സ് ക്വാർട്സ് വാച്ചും ഓട്ടോമാറ്റിക് വാച്ചും നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ അടുത്തതായിട്ട് നമുക്കൊരു മെക്കാനിക്കൽ ഹാൻഡ് ഓൺഡ് റോളക്സ് കാണാം. റോളക്സ് ഓയിസ്റ്റർ ഡേറ്റ് പ്രിസിഷൻ. റഫറൻസ് നമ്പർ 6694. 1960കളിൽ തുടങ്ങി 1980കളിൽ നിർമ്മാണം അവസാനിപ്പിക്കുന്നത് വരെ വളരെ മികച്ച രീതിയിൽ വിൽപ്പനയുണ്ടായിരുന്ന വളരെ സിമ്പിൾ ബട്ട് എലഗന്റ് ആയിട്ടുള്ള ഒരു റോളക്സ് ആണെന്ന് പറയാം. റോളക്സിന്റെ അവസാന മാനുവൽ വൈൻഡിങ് വാച്ചുകൾ ഒന്നെന്ന് പറഞ്ഞാലും തെറ്റില്ല. അതിമനോഹരമായിട്ടുള്ള ഒരു വാച്ചാണിത്. മിക്കവാറും ഏത് ടൈപ്പ് റിസ്റ്റിനും സ്യൂട്ട് ആവുന്ന ഒരു വാച്ചാണ്. ഹൈലി ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു വാച്ചാണിത്. മെക്കാനിസം കൊണ്ടായാലും ഫിസിക്കൽ ആയാലും ഇത്ര നല്ല കണ്ടീഷനുള്ള വാച്ചുകൾ ഭയങ്കര അപൂർവമാണ്. അതുകൊണ്ട് തന്നെ കളക്ടേഴ്സിന്റെ പ്രിയപ്പെട്ട വാച്ചും കൂടിയാണിത്. റോളക്സ് അവരുടെ ഹാൻഡ് വൈൻഡിങ് വാച്ചുകളെയാണ് പ്രിസിഷൻ എന്ന പേരുകൊണ്ട് അടയാളപ്പെടുത്തുന്നത്. ഇതൊരു 34 മില്ലിമീറ്റർ സ്റ്റെയിൻലെസ് സ്റ്റീൽ ബിൽഡ് വാച്ചാണ്. മുൻപ് കാണിച്ച വാച്ചിനേക്കാൾ ഈ വാച്ചിന് തിക്നെസ് കുറയാൻ കാരണം ഇതൊരു മാനുവൽ വൈൻഡിങ് വാച്ച് ആയതുകൊണ്ടാണ്. ഇതിൽ ഓസിലേറ്റിംഗ് വൈറ്റ് അഥവാ റോട്ടർ ഉണ്ടാവില്ല. മുൻപ് നമ്മൾ പലതരം റോളക്സ് ബെസലുകളെ കുറിച്ച് പറഞ്ഞിരുന്നു. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഇതൊരു ഡൗൺ ബെസൽ വാച്ചാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള പ്ലക്സി ഗ്ലാസ് ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അക്രിലിക് ക്രിസ്റ്റൽ അഥവാ പ്ലാസ്റ്റിക് എന്ന് വേണമെങ്കിൽ പറയാം. 1980 മുതൽ 1990 വരെയുള്ള കാലഘട്ടത്തിലാണ് റോളക്സ് വാച്ചുകളിൽ പ്ലക്സി ഗ്ലാസുകൾ കൂടുതലായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. മുൻപ് നമ്മൾ പരിചയപ്പെട്ട 2 റോളക്സ് വാച്ചുകളെക്കാളും ഭാരം കുറഞ്ഞൊരു നിർമ്മാണ രീതിയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. സ്റ്റീൽ ഓയിസ്റ്റർ ബ്രേസ്ലെറ്റ് ആണ്. ട്രിപ്പിൾ ഫോൾഡ് ക്ലാസ്പിനെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 100 മീറ്റേഴ്സ് ആണ് ഈ വാച്ചിന്റെ വാട്ടർ റെസിസ്റ്റൻസ് കപ്പാസിറ്റി.
കപ്പാസിറ്റി. ഈ ഒരു മോഡലും ഇപ്പോൾ ലഭ്യമല്ല. വാങ്ങിക്കുന്ന വിലയോ അല്ലെങ്കിൽ അതിലധികമോ വിൽക്കുമ്പോൾ കിട്ടുന്ന, അതായത് റീസെയിൽ വാല്യൂ ഉള്ള വാച്ചുകളാണ് റോളക്സ് വാച്ചുകൾ. അതുകൊണ്ട് തന്നെയാണ് റോളക്സ് വാച്ചുകളെ പലരും ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കാണാനായിട്ട് കാരണം. അത്തരത്തിലുള്ള പ്രൊഡക്റ്റുകളും ലോകത്തിൽ അപൂർവമാണെന്ന് തന്നെ പറയാം. വ്യത്യസ്തങ്ങളായിട്ടുള്ള കുറച്ച് വാച്ചുകൾ പരിചയപ്പെടുത്തുമെന്ന് പറഞ്ഞതിന്റെ ഭാഗമായിട്ട് നമ്മൾ കൊണ്ടുവന്ന വാച്ചുകളാണ് ഇതെല്ലാം. അപ്പോൾ ഈ വാച്ചുകൾ കൊണ്ടുവരാനായിട്ട് സഹായിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കല്ലേട്ടാ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരേക്കും ബൈ.